ഈസ്റ്റർ ആയിട്ട് അന്ന് ചിക്കൻ ബിരിയാണി വെക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അമ്പലത്തിൽ പൊങ്കാല ആയത് കാരണം തിരിച്ചു വന്നപ്പോൾ ആകെ തളർന്നു പോയി. അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഒരു വിധമാണ് രണ്ടുപേരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചത്. നാളെ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അമ്മ ഉറപ്പായിട്ടും ഉണ്ടാക്കി വെച്ചിരിക്കുമെന്ന്. അങ്ങനെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഇന്ന് ഞാനങ്ങ് അരി കുക്കറിൽ വേവിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ എനിക്കൊരു പേടിയാണ്, കലത്തിലാണ് ഉണ്ടാക്കാറ്. ഇന്ന് ധൈര്യമൊക്കെ സംഭരിച്ച് ഞാനങ്ങ് കുക്കറിലുണ്ടാക്കി. അങ്ങനെയൊന്നുമല്ല, 1-2 ദിവസം വെജിറ്റബിൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ കുക്കറിലുണ്ടാക്കിയപ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പം പിന്നെ ഇത് ബിരിയാണി അല്ല കേട്ടോ, നെയ്ച്ചോറും ചിക്കനും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിന് കുക്കറിലൊക്കെ വേവിക്കാനായിട്ട് വെച്ചു. കുറച്ച് നാൾ മുമ്പ് ഇവിടെ പച്ചപ്പട്ടാണിയുടെയൊക്കെ സീസൺ ആയപ്പോൾ വാങ്ങിച്ച് കുപ്പിക്കകത്ത് ഇറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാനിങ്ങനെ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം അതിനിടയിലൊക്കെ ഇടുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ 2 കൈ കൊണ്ടുള്ള പരിപാടി, ഒന്ന് ചിക്കനിലിടാനുള്ള മസാലയൊക്കെ ഒന്ന് വറക്കണം. അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി അടുക്കി പിടിക്കാതെ ഈ സവാളയൊക്കെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി ഈ 2 കൈ കൊണ്ടുള്ള അഭ്യാസം നടത്തിയതാണ്. പക്ഷേ ഈ 2 കൈ കൊണ്ട് വേറെ വേറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ചിക്കനിലെ മസാലയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അതിനെ അങ്ങ് വേവിക്കാൻ വെച്ചു. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചങ്ങ് വെച്ചു. ആ സമയത്തിന് നമ്മുടെ ബിരിയാണിയിൽ വറുത്തിടാനുള്ള മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒന്നുമില്ല. ഞാൻ സവാള മാത്രം അങ്ങ് വറുത്ത് ആ പരിപാടി അങ്ങ് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് നല്ല അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് കളറിലിരുന്ന അത് കുറച്ചുകൂടെ കാണാനും ടേസ്റ്റും ഒക്കെ ഒരു ഭംഗിയാണ് കേട്ടോ. പിന്നെ ഈ ബിരിയാണി ആയതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് വറ്റിച്ചില്ല, ലേശം ചാറായിട്ട് തന്നെ അങ്ങ് എടുത്ത് കേട്ടോ. പിന്നെ ഇന്നലെ തനുക്കുട്ടി പറഞ്ഞു, അമ്മ ഈ കടയിലൊക്കെ കിട്ടും പോലെ മുട്ടയും കൂടെ വേവിച്ച് വെക്കണമെന്നേ. അപ്പം ഞാൻ ശരിയെന്ന് പറഞ്ഞതുകൊണ്ട് മുട്ടയും കൂടെ ഞാനിങ്ങനെ വേവിച്ച് വെച്ചു കേട്ടോ. അവർ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പേ അമ്മ കഴിക്കുകയാണല്ലോ എന്ന് വിചാരിക്കരുത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണ്. അങ്ങനെ ചോറും ചിക്കനും മുട്ടയും സാലഡും ഒക്കെ ആയിട്ട് നന്നായി കഴിച്ചു.